ഇന്ന് നെല്ലിക്ക കൊണ്ടൊരു ക്യാൻഡി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നെല്ലിക്ക ഇത് ഇത്രയും നെല്ലിക്കയുടെ ആവശ്യമൊന്നുമില്ല. കുറച്ച് നെല്ലിക്ക നമുക്കിഷ്ടമുള്ള കണക്ക് ഉണ്ടാക്കി വെക്കാം. ഒരു 5-6 നെല്ലിക്കയോ അല്ലെങ്കിൽ കൂടുതൽ വേണ്ടവരാണെങ്കിൽ കൂടുതൽ ഉണ്ടാക്കി വെക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് നെല്ലിക്ക ലേഹ്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നെല്ലിക്ക എടുത്തത്. അതിൽ നിന്നാണ് ഞാൻ കുറച്ച് നെല്ലിക്ക ഈ ഒരു നെല്ലിക്ക ക്യാൻഡി നല്ല നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഇതെടുത്ത് വെറുതെ ഒന്ന് ചവച്ചുകൊണ്ടിരിക്കാം. നെല്ലിക്കയുടെ ആ ഒരു ചവർപ്പും അതൊക്കെ ഒന്ന് മാറി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ടായിയാണ്. ഇത് നെല്ലിക്ക ലേഹ്യത്തിന് വേണ്ടി വേവിക്കുകയാണ്. നെല്ലിക്ക അതിൽ നിന്നാണ് ഞാൻ ഒരു 6-7 നെല്ലിക്ക എടുത്തത്. ഇതേപോലെ കുറച്ച് വെള്ളം വെച്ച് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് വെന്ത് ഈ ഒരു രീതിയിലിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് നെല്ലിക്ക എടുക്കാം. ഞാൻ ഒരു 7-8 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഈ നെല്ലിക്കയാണ് ഞാൻ ക്യാൻഡി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഇനി ഇതിൻ്റെ കുരു മാറ്റി ഇളക്കിയെടുക്കണം. ഇതേപോലെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കൈവച്ച് ഇങ്ങനെ തൊടുമ്പം തന്നെ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇളവി വരും. എന്നിട്ട് ഇത് ഇളക്കി മാറ്റിയിട്ട് ഇതിൻ്റെ ഈ ഒരു അരി അങ്ങ് എടുത്ത് മാറ്റാം. ഈ ഒരു കുരു നമുക്കങ്ങ് എടുത്ത് മാറ്റാം. ഒരു പാടുമില്ല ഇതിങ്ങനെ ഇളക്കിയെടുക്കുന്നതിന്. ഇതേപോലെ ഇങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷമാണ് നെല്ലിക്കയുടെ ആ ക്യാൻഡി നമ്മൾ ഉണ്ടാക്കുന്നത്. ഓരോ ഇതും ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇരിക്കണം. ഈ ഒരു രീതിയിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. Low battery, please charge. അടുത്ത പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. കുറച്ച് പഞ്ചസാര മധുരം നമ്മൾ കുറച്ച് ചേർത്താലും ആ ഒരു മധുരം നെല്ലിക്കയുടെ ആ ഒരു രീതിയിലുള്ള മധുരമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഓവറായിട്ടും കൂടുതൽ മധുരമൊന്നും കിട്ടത്തില്ല. ഈ ഒരു രീതിയിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നെല്ലിക്കയിലെല്ലാം ഒന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് ഇളക്കി ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പോഴത്തേക്ക് നെല്ലിക്കയിലെല്ലാം ഈ ഒരു പഞ്ചസാര അങ്ങ് പിടിക്കും. പഞ്ചസാര പിടിച്ചതിന് ശേഷം പിന്നീട് നമ്മളിത് ഒരു ദിവസം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു ദിവസം നമ്മൾ അടച്ച് വെച്ചിരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു പഞ്ചസാരയൊക്കെ ലയിച്ചതിൽ ചേരും. അതിനകത്ത് ഈ നെല്ലിക്ക ഇങ്ങനെ കിടക്കും. ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് ഞാനിതെടുത്തതാണ്. ഒരു ദിവസം കഴിഞ്ഞെടുത്തപ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലാണ് ഈ നെല്ലിക്ക കിട്ടിയിരിക്കുന്നത്. ഈ പഞ്ചസാരയെല്ലാം അലിഞ്ഞ് അങ്ങ് വെള്ളമായിട്ട് ഈ നെല്ലിക്ക അതിലിങ്ങനെ കിടന്ന് കുതിർന്ന് ഇങ്ങനെ കിടക്കുന്ന ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ഈ നെല്ലിക്ക നമുക്ക് ഈ വെള്ളം എടുക്കരുത്. ഈ നെല്ലിക്ക മാത്രം എടുക്കണം. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഈ നെല്ലിക്ക മാത്രം എടുത്താൽ മതി. ഒരു പരന്ന പാത്രത്തിലേക്ക് ഈ നെല്ലിക്ക മാത്രം എടുത്ത് നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. വെയിലത്ത് വെച്ച് ഒരു ദിവസം നല്ല വെയിലാണെങ്കിൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്ന ആ ഒരു അത്രയും സമയത്ത് വെയിലിൻ്റെ ആവശ്യമുള്ളൂ. ഒരു ദിവസം നമുക്ക് ഈ നെല്ലിക്ക വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് ഈ നെല്ലിക്കയെല്ലാം ഈ പാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നല്ല വെയിൽ കുറവാണെങ്കിൽ നമുക്ക് ഒരു 2 ദിവസം ആ ഒരു രീതിയിലാവുന്നിടം വരെ നമ്മൾ ഉണക്കണം. നല്ല വെയിലാണെങ്കിൽ ഒരു ദിവസത്തെ വെയിലിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതിപ്പം ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ദാണ്ട് ഈ ഒരു രീതിയിൽ ഒരു ദിവസം ആയപ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഉണക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഈ ഒരു രീതിയിലാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് പഞ്ചസാര തന്നെ പൊടിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കുറച്ച് പഞ്ചസാര എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു നെല്ലിക്കയിൽ ഈ പഞ്ചസാര ഒന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കൈകൊണ്ട് ഇതേപോലെ ഇളക്കിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ നെല്ലിക്ക ക്യാൻഡി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിൽ ഇതൊരു കുപ്പിയിലൊരു ടിന്നിലടച്ച് നമുക്ക് സൂക്ഷിക്കാം. എത്ര നാൾ വേണം. നെല്ലിക്കയൊക്കെ കൂടുതൽ കിട്ടുന്ന സമയങ്ങളിൽ ഇതേപോലെ വാങ്ങിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് സൂക്ഷിക്കുന്നതിന് വേണമെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഉണക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ ഉണക്കിയെടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ആവശ്യത്തിനെടുത്ത്
കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ആവശ്യത്തിന് വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് വെറുതെ വായിലിട്ട് ചവയ്ക്കുന്നതിന് വേണ്ടി ഇത് യൂസ് ചെയ്യാം. പച്ച നെല്ലിക്ക കഴിക്കുന്നതിനെക്കാട്ടിയും പച്ച നെല്ലിക്കയ്ക്കുള്ള ആ ഒരു കയ്പും ചവർപ്പും ഒന്നും കാണത്തില്ല. അന്നേരം നമുക്ക് ഇതേപോലെ ഇങ്ങനെ ആക്കി വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. വിറ്റാമിൻ സിയും വിറ്റാമിൻ്റെ കലവറയാണല്ലേ നെല്ലിക്ക. അന്നേരം അതിൻ്റേതായ ആ ഒരു ഗുണങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഉണക്കി സൂക്ഷിച്ച് വില കുറച്ചൊക്കെ കിട്ടുന്ന സമയങ്ങളിൽ കൂടുതലായിട്ട് വാങ്ങിച്ചിട്ട് ഇതേപോലെ നമുക്ക് ഉണക്കി നമുക്കൊരു ടിന്നിലടച്ച് സൂക്ഷിക്കാം. കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, ചില കുട്ടികൾക്ക് ഇഷ്ടപ്പെടത്തില്ല. എത്രയായാലും നെല്ലിക്കയുടെ ആ ഒരു പക്ഷേ അങ്ങനെയുള്ള കയ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എന്നാലും നെല്ലിക്കയില്ലേ, ഇനി എങ്ങനെയൊക്കെ ആയാലും നെല്ലിക്കയുടെ ഒരു ആ ഒരു രീതിയുണ്ട്. അപ്പോഴീ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ടാറ്റാ.